ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമാണോ? നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോവാമെന്ന്, അതായത് നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരു സ്ഥലം വരെ പോവാമെന്ന്. അപ്പം ഏതായാലും ഞാൻ വെറുതെ ഇരിക്കുകയാണ്, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ വ്ളോഗേക്കാരം, വളരെ കുഞ്ഞു വ്ളോഗാക്കാരം. അപ്പോൾ ആപ്പാൻ്റെ 2 കുട്ടികളുണ്ട്, അമ്മായിൻ്റെ 2 കുട്ടികളുണ്ട്. ആകെ മൊത്തം എത്ര ആൾക്കാർ? 5 ആൾക്കാരും. ഞങ്ങൾ 5 ആൾക്കാരും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പോകേണ്ട വഴി. ഇതിലെങ്ങനെ പോകണം, നമ്മളെ വീടിൻ്റെ ആയിക്കൂടെ തന്നെ ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെങ്ങനെ ഇറങ്ങിക്കാണ്ട് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വിരുന്ന് വന്നതായിരുന്നു, അതായത് അമ്മായിട്ടൊക്കെ വിരുന്ന് വന്നു, അമ്മായിയും കുട്ടികളും വിരുന്ന് വന്നതായിരുന്നു. അപ്പോൾ ഏതായാലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ നോക്കിക്കാണ്ട് ക്ലിയർ ഇല്ല, കറുത്തുക്കണു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് വഴിക്കൂടെ ഇങ്ങനെ നടന്നാണ് പോകുന്നത്. ആ മുന്നത്തെ ആളിൻ്റെ അമ്മായിൻ്റെ കുട്ടി, ബേക്കത്തെ എൻ്റെ ആപ്പാൻ്റെ കുട്ടി, ഓളെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പുഴൻ്റെ സൈഡ് കൂടെ ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ പുഴ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അതിൽക്കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. ഇവിടെ കുറേ ആൾക്കാരെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റബ്ബർ, പിന്നെ വേറെ എന്തൊക്കെയോ കൃഷികളുണ്ട്. റബ്ബറൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മുന്നിൽ ചെക്കന്മാരാട്ടോ പോണത്, ഓലാണ് ഞങ്ങൾക്ക് വഴി കാണിക്കുന്നത്. ഞങ്ങൾ കുറേ ആയി വന്നിട്ട്, അതുകൊണ്ട് തന്നെ മറന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പുഴ കണ്ടില്ലേ, പുഴ നല്ല രസമല്ലേ കാണാൻ. പക്ഷെ നല്ല ആയുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. പക്ഷെ അവിടെ ആരൊക്കെ ഉണ്ട്, കുളിക്കണൊക്കെ സൗണ്ടൊക്കെ കേൾക്കണ്ടേനും. അങ്ങനെ പിന്നെ കാഴ്ചകളൊക്കെ കണ്ടു കാണാൻ നമ്മളിങ്ങനെ നടന്ന് ഫുള്ള് തെങ്ങുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയപ്പോഴാണ് മറ്റേ ഷീറ്റ് അടിക്കില്ല, റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലമൊക്കെ കണ്ടു. അവിടെ ഒന്നും ആരുമില്ല കേട്ടോ, ഒറ്റ മനുഷ്യനില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നു, ഇവിടെ നമ്മളാരുടെ എന്തെങ്കിലും കാട്ടിയാൽ പോലും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒരു കുളമുണ്ട്, പിന്നെ വാട്ടർ ടാങ്ക് ഉണ്ട്. അങ്ങനെ വെറുതെ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകണ്ടേ, അങ്ങനെ ഇറങ്ങണ്ടേന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെ മെയിനായിട്ട് ഇവലൊന്നും എപ്പോഴൊന്നും വരില്ല. ഈ കസിന് അമ്മായിൻ്റെ കുട്ടി തീരെ വരില്ല, അവൾ എപ്പോഴെങ്കിലും വരുള്ളൂ. നമ്മൾ മൊത്തത്തിൽ 4 ആൾക്കാരാട്ടോ. നമ്മൾ ഗ്യാങ് എന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ ആപ്പാൻ്റെ കുട്ടി, അമ്മായിൻ്റെ 2 കുട്ടികൾ. അപ്പോൾ നമ്മൾ ഒരാൾ വരുമ്പോൾ ഒരാളുണ്ടാവില്ല, അങ്ങനെയൊക്കെ കാരണം. അപ്പോൾ ഏതായാലും ആരുണ്ടാവണേ ഓല വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കോറിയൊക്കെ ഉണ്ട്. കോറിൻ്റെ അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല, കാരണം എന്താ, പേടിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോവാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഫുള്ള് ഞാൻ നടക്കുന്നതേക്കാരം എടുത്തിട്ട്. എന്താണെന്ന് വെച്ചാൽ നോക്കി നടന്നിട്ടില്ലെങ്കിൽ, സൂക്ഷിച്ചു കണ്ട് നടന്നിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, സാഷ്ടാംഗം പ്രണമിക്കും പറഞ്ഞില്ലേ. അപ്പോൾ വളരെ സൂക്ഷിച്ചാട്ടോ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കാല് മാത്രമേ മെയിനായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഞങ്ങൾ നടക്കണതേക്കാരം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ നായിപ്പാടം. എങ്ങനെയുണ്ട് പേര്? കോമഡി അല്ലേ? അപ്പോൾ ഇവള് വിളിച്ചിട്ട് നമുക്ക് ഡോഗ് ഫീൽഡിലേക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് എന്തായാലും പോവാന്ന് പറഞ്ഞേക്കാണ്ട് അങ്ങനെ പോവാട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഇമ്മയും ഞങ്ങൾ അയൽവാസികളും കൂടെ ഇങ്ങോട്ട് വന്നേന്. അന്ന് ഞാൻ വന്നിട്ടില്ലേനു. അപ്പോൾ പറഞ്ഞു രസമുണ്ട്, അവിടെ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞേനു. ഞാൻ എന്നോ പണ്ട് വന്നതാണ്, ഞാനൊരു 10th പഠിക്കുമ്പോൾ വന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഇതാണ് കുളം. കുളത്തിൽ മഴക്കാലമാകുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. ഇത് ഫുള്ളായിട്ട് വെള്ളക്കാരും. അപ്പോൾ എല്ലാവരും ചാടാനൊക്കെ വരലുണ്ട്. നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു പഴയ വീടുണ്ട് കേട്ടോ, പഴയ പൊളിഞ്ഞാടാനായൊരു വീടൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് റബ്ബറാണ്, ഫുള്ള് റബ്ബർ പറഞ്ഞാൽ നിറച്ച് റബ്ബർ. അപ്പോൾ ഈ വീട് കണ്ടിട്ടൊരു പ്രേതാലയം പോലെ ഉണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പറയാം കേട്ടോ, ആരാണ് ഇവിടെ ഒരു ദിവസം ഒറ്റയ്ക്ക് വന്ന് നിൽക്കുക, ഇത്ര പൈസ തന്നാൽ ആരിവിടെ ഒരു ദിവസം രാത്രി ഫുള്ള് നിൽക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിങ്ങനെ പോവാണ്. ഇതിലെ കുറച്ചും കൂടെ നടന്നാൽ നമുക്ക് വാട്ടർ ടാങ്ക് കാണാം. അതായത് ഇതിൻ്റെ മുകളിലായിട്ടാണ്, കണ്ടോ, ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഒന്നിങ്ങനെ കുറച്ച് നടന്നാൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് പറഞ്ഞാൽ എന്താ, അത് കുറച്ച് കയറണം, അതുകൊണ്ടായിരിക്കും പറ്റാത്തത്, എന്താവും. അപ്പം ഉമ്മ എന്നോട് ആദ്യം പറഞ്ഞു അങ്ങോട്ട് കയറാൻ പറ്റൂല, പോവണ്ടാന്ന്. അപ്പോൾ ആ ഷോപ്പ് കണ്ടോ, അത് പണ്ടത്തെ കള്ള് ഷോപ്പാണ്. പക്ഷെ ഇപ്പം അവിടെ വർക്കിംഗ് ഒന്നുമല്ല, അപ്പം ആരുമില്ല, അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി കേട്ടോ. അവിടെയൊക്കെ ചെറിയ ചെറിയ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവലാണ് നമുക്ക് വയ്യാട്ടി തരുന്നത്, ഓൾക്ക് പരിചയമുണ്ട്, ഇടയ്ക്ക് വരലുണ്ട് തോന്നുന്നു. അപ്പോൾ ഓലെ പിന്നാലെ ഇങ്ങനെ പോവാണ് നമ്മൾ. അപ്പം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്തിനപ്പം നമ്മൾ വന്നത്, ഒന്നുമില്ലല്ലോ കാണാൻ, എന്തിനാ ഇപ്പോൾ ഈ വെയിലും കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. വെയിലില്ല, നല്ല ഈവനിങ് ടൈമാണ് പോയത്. പക്ഷേ
ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഏതായാലും വിറ്റാമിൻ ഡിയും സിയും ഒക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സഹിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ കുളത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. ഓല് ചാടീനു, ചെക്കന്മാർ രണ്ടാളും വെള്ളത്തിലൊക്കെ ചാടി, ഓല് നീന്തനൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതോ മറ്റേ കോഴിൻ്റെ അവിടെ പോയി കണ്ട് ഇങ്ങനെ നോക്കിക്കാട്ടോ. ഞങ്ങൾ വെള്ളത്തിൽ ചാടിയാലോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് നേരം നടന്ന് വരണ്ടേ, നനഞ്ഞ് വരാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇങ്ങനെ പോവേനു. അങ്ങനെ പോകുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല, കണ്ടില്ലേ, ഇതാ കിടക്കണു. ഞാൻ വീഡിയോ എടുത്ത് വലിയ ആളെ പോലെ ഇങ്ങനെ വരിയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊന്ന് സ്ലിപ്പായി പോയി. ഞാൻ തീരെ ശ്രദ്ധിച്ചില്ല, അത് വീണു. എന്നിട്ട് ഇവർ ഇതിൻ്റെ ചുറ്റുപാറ് ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക. എന്താ ചെയ്യുക, സ്നേഹമില്ലാത്തവർ. ഇപ്പം എങ്ങനെയുണ്ട്? സൺസ്കിറ്റ്സ് ടൈപ്പ് നല്ല രസമല്ലേ? അത് നല്ല രസമുണ്ടായിരുന്നു. ആ ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും നമ്മൾ മെയിൻ റോഡ് കൂടെ ആയിട്ടാണ് പോകുന്നത്. നേരത്തെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോയത്, ഇപ്പം നമ്മൾ മെയിൻ റോഡ് കൂടെ അങ്ങനെ പോകുന്നു. ഇതിലെ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഗ്രാമം എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ. ഇതിലൊന്നും വീഡിയോയിൽ ഫേസ് കാണിക്കാൻ സമ്മതിക്കില്ല. എന്താ പോരങ്ങനെ ഇങ്ങനെ മാറ്റിയിട്ടില്ല, ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ല. അപ്പോൾ ഞാൻ എന്താ എടുക്കുക, എനിക്ക് എന്തായാലും എടുക്കണം, വീഡിയോ എടുക്കണം. ഏതായാലും ഞാൻ എടുത്തു പോയി. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് വീഡിയോ ഇടണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഷോർട്സ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ഫുൾ റബ്ബറാണ് ഞങ്ങളുടെ നാട്ടിൽ, എന്തിട്ട് ചെയ്യുക. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ചും കൂടെ നടന്നാൽ നമ്മൾ വീട്ടിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ചെറിയ വ്ലോഗാണ്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് പിന്നെ മുട്ടായിയൊക്കെ വാങ്ങി തിന്ന് കാണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തറവാടാണ്, അവിടുത്തെ പൂക്കളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.